ഓം ശ്രീ ഗണേശായ നമോ. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമഃചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യം 5-ാമത്തെ അധ്യായം ഉത്തമചരിതം. ശ്ലോകങ്ങൾ 19 വരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 20 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. യാ ദേവി സ്തോത്രം എന്ന് പറയും. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ആദ്യം ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞു ഒരു വരി മാത്രമേ പറയേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. 2-ാമത്തെ വരി മാത്രമാണ് പറയേണ്ടത്, ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നോക്കാം. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത. യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ക്ഷാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്ത. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമാസ്വരൂപിണിയായിരിക്കുന്ന, ക്ഷമാശക്തിയുള്ള ക്ഷമാസ്വരൂപിണിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത. ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആ ജാതിയല്ല. ഇവിടെ മനുഷ്യജാതി, പശുജാതി, പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, മൃഗജാതി, വൃക്ഷജാതി, പിന്നെ അതായത് ഉരകജാതി എന്നൊക്കെ പറയാം. അതായത് ജന്മനാ ഉള്ള വേർതിരിവിനെയാണ് ഇവിടെ അത് പറയുന്നത്. വേദഭാവം, ആ വേദഭാവത്തെയാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാതി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത. ലജ്ജ എന്ന് പറഞ്ഞാൽ നമ്മൾ അരുതാത്തത് ചെയ്യുമ്പോഴുണ്ടാകുന്ന സങ്കോചത്തെയാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ നമ്മൾക്ക് സ്ത്രീകൾക്ക് ലജ്ജ ഒരു ഭൂഷണമാണെന്ന് പറയും. ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സങ്കോചം, ലജ്ജ എന്നൊക്കെ പറയും. അടുത്തത് ശാന്തി രൂപേണ സംസ്ഥിത. ശാന്തി, ശമം, മനസ്സിനെ അടക്കി നിർത്താനുള്ള, അടക്കി വയ്ക്കുക, അതിനെയാണ് ശാന്തി. ശാന്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ശ്രദ്ധാരൂപേണ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭക്തി, ശ്രദ്ധ എന്നൊക്കെ പറയും. ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നൊക്കെ പറയും. അതായത് ശാസ്ത്രം, അതുപോലെ തന്നെ വിശ്വാസം ഒക്കെയാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി യാ ദേവി സർവഭൂതേഷു കാന്തി രൂപേണ സംസ്ഥിത. കാന്തി എന്ന് പറഞ്ഞാൽ ആകർഷണീയത, സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യം, ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു കണിക മാത്രമാണ് നമ്മൾ മനുഷ്യർക്കും ബാക്കി എല്ലാത്തിനും കിട്ടിയിരിക്കുന്നത്. അപ്പം ആ കാന്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. ആ സൗന്ദര്യം, എല്ലാവർക്കും സൗന്ദര്യമൊക്കെ കൊടുത്ത് അവരെ കാത്തുരക്ഷിക്കുന്ന ദേവി, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ലക്ഷ്മി രൂപേണ. സമ്പത്ത്, നന്മ ഒക്കെ ഇതാണ് ഓരോ ലക്ഷണങ്ങൾ. ലക്ഷ്മി രൂപേണ എന്ന് പറഞ്ഞാൽ ഇപ്പം ഐശ്വര്യം ലക്ഷ്മിയാണ്, സമ്പത്ത് ലക്ഷ്മിയാണ്, നന്മ അത് ലക്ഷ്മിയാണ്. അപ്പം നമ്മുടെ എല്ലാ സ്വത്തുക്കളും സമ്പൽ സമൃദ്ധി എന്ന് പറയും, അതിനെ ലക്ഷ്മി എന്ന് പറയുന്നത്. അതുപോലെ വൃത്തി രൂപേണ. അടുത്തത് വൃത്തി എന്ന് പറഞ്ഞാൽ അടിച്ചുവാരി തുടയ്ക്കുന്ന വൃത്തിയല്ല,
ഇവിടെ വൃത്തി എന്ന് ഉദ്ദേശിക്കുന്ന ഉപജീവന മാർഗം അല്ലെങ്കിൽ ഇര തേടൽ, അതല്ലെങ്കിൽ ഒരു ജോലി, നമ്മളുടെ ജോലിയെയാണ്, പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഉപജീവന മാർഗം അല്ലേ, അധ്യാപകനായിട്ടും കൃഷിക്കാരനായിട്ടും ഒക്കെ ചെയ്യുന്നില്ലേ, ആ വൃത്തിയാണ് ഇവിടുത്തെ വൃത്തി, പ്രവൃത്തി എന്നർത്ഥം. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് സ്മൃതി രൂപേണ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി. ഓർമ്മശക്തിയായി നമ്മളെ കൊണ്ടെല്ലാം ഓർത്ത് വെച്ച് ചെയ്യിപ്പിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ദയാരൂപേണ. ഒരു ഗർഭിണിയായ മാനിനെ സിംഹം എങ്ങനെയാണ് കൊല്ലാതെ വിടുന്നത്, അപ്പോൾ ആ സിംഹത്തിന് ഉണ്ടായ ആ സ്വഭാവം, അതാണ് ദയ. സിംഹത്തിന് ദയ തോന്നി, അതുകൊണ്ട് ആ മാനിനെ വെറുതെ വിട്ടു. കാരണം അതിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെ കൊല്ലാൻ പാടില്ല, അതുകൊണ്ട്. പിന്നെ പശുവിൻ്റെ അകട്ടിൽ പോയി പട്ടിക്കുഞ്ഞ് പാല് കുടിക്കുന്നു, അത് ദയയാണ് പശുവിൻ്റെ, അല്ലേ, ദയ, പശു കാണിക്കുന്ന ദയയാണ്. അടുത്തത് തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം, സംതൃപ്തി എന്നുള്ള ഇത്, ആ രൂപത്തിലുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഉള്ളതിൽ സന്തോഷിച്ചിരിക്കുക, സന്തോഷം, സംതൃപ്തി ആണ് തുഷ്ടി. അപ്പോൾ യാതൊരു ദേവിയാണോ തുഷ്ടിയുടെ രൂപത്തിൽ, സന്തോഷ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് മാതൃരൂപേണ. മാതാവിൻ്റെ രൂപത്തിൽ വാത്സല്യം, മാതാവിന് തൻ്റെ കുഞ്ഞിനോട് വാത്സല്യം തോന്നുന്നത്, അപ്പോൾ ആ വാത്സല്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ഭ്രാന്തി രൂപേണ. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ല, ഇവിടെ ഭ്രമം എന്നർത്ഥം. ഭ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു നല്ല നിലാവുള്ള രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കയറ് കിടന്നാൽ നമ്മളോർക്കും അത് കയറല്ല, അത് വളഞ്ഞിങ്ങനെ കിടക്കുന്ന കാണുമ്പം അതിനെ നമ്മൾ പാമ്പായിട്ട് കരുതും. അങ്ങനെ കരുതുന്ന ആ വിശേഷം, അതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. കയറിനെ പാമ്പായി കാണുന്ന സ്ഥിതി, അതായത് എന്താ അതിന് പറയുന്നത്, തെറ്റിദ്ധാരണ എന്നർത്ഥം. അജ്ഞത, തെറ്റിദ്ധാരണ എന്നൊക്കെ പറയാം. അതിനെയാണ് ഇവിടെ ഭ്രമം എന്ന് പറയുന്നത്, ഭ്രാന്തി രൂപേണ എന്ന്. ഭ്രാന്തി എന്നുള്ള ഭ്രമത്തിൻ്റെ ക്രിയാവിശേഷം, ഒരു വിശേഷമാണ് ഭ്രാന്തി, ഭ്രമിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇത് 32 21 രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിമാരെയാണ് നമ്മൾ കണ്ടത്. ആ 21 വിഷ്ണുമായായി സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് ചേതനേത്യഭിധീയതേ, ചേതന ഇതി അഭിധീയതേ, ചേതനേത്യഭിധീയതേ. ചേതന എന്ന് പറയുന്നത് ചൈതന്യം ആയി സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് ബുദ്ധിരൂപേണ, ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതായത് ചിന്താശക്തി. നിദ്രാരൂപേണ, നിദ്ര, വിശ്രമം, റെസ്റ്റ്. ക്ഷുധാരൂപേണ, വിശപ്പ്. വിശപ്പിൻ്റെ, നമ്മൾക്ക് വിശന്നില്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കില്ല. അപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശക്കണം. ആ ഭക്ഷണത്തിൻ്റെ ആ രീതിയിൽ, ആ വിശപ്പിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. അതുകൊണ്ടാണ് പറയുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം ആഹാരം കഴിക്കാനെന്ന്. പിന്നെ അടുത്തത് ഛായാരൂപേണ. ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ, നമ്മളുടെ നിഴലിൻ്റെ രൂപത്തിലൊരു ദേവിയുണ്ട്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ശക്തി രൂപേണ. ക്രിയാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി എന്നൊക്കെ പറയുന്ന ആ ശക്തികൾ. അപ്പം നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു ക്രിയ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തിയായി സ്ഥിതി ചെയ്യുന്നതും, അത് കഴിഞ്ഞത് ചെയ്യാനുള്ള ജ്ഞാനം, അറിവ്, ജ്ഞാനശക്തിയായി സ്ഥിതി ചെയ്യുന്നതും, ചെയ്യുന്ന പ്രക്രിയ, അതിനെ ക്രിയ എന്ന് പറയും. ആ രൂപത്തിലും ക്രിയാശക്തി. ഈ ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് തൃഷ്ണാരൂപേണ. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്ന ദേവി, അങ്ങനെ ഒരു ദേവിയുണ്ട്, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ക്ഷാന്തി രൂപേണ. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ക്ഷമാശക്തിയായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട്
നമസ്കാരം. അടുത്തത് ജാതി രൂപേണ. ജാതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജന്മനാലുള്ള വേർതിരിവിനെയാണ് വേദഭാവം എന്ന് പറയും അതിനെ. അപ്പോൾ വേദഭാവത്തെയാണ് ജാതി രൂപ എന്ന് പറഞ്ഞത്. ജാതി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ക്രിസ്ത്യാനി മുസ്ലിം അതൊന്നുമല്ല ജാതി. ഇവിടെ ജന്മനായുള്ള വേർതിരിവെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യജാതി, മൃഗജാതി, അതുപോലെ തന്നെ ഉരകങ്ങൾ, പാമ്പുകളുടെ ജാതി അല്ലേ, വൃക്ഷജാതി, വൃക്ഷങ്ങളൊക്കെ ഒരു ജാതിയാണ്, ഒരു സമൂഹം. അപ്പോൾ അതിനെയാണ് ആ രൂപത്തെ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ലജ്ജാരൂപേണ. ലജ്ജ എന്ന് പറഞ്ഞാൽ സങ്കോചം, അരുതാത്തത് ചെയ്യുമ്പോഴുണ്ടാകുന്ന സങ്കോചത്തിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജാരൂപത്തെ സ്ഥിതി ചെയ്യുന്ന സ്ത്രീകൾക്കൊരു അലങ്കാരമാണ് ലജ്ജ. അതുപോലെ യാ ദേവി സർവഭൂതേഷു ശാന്തി രൂപേണ. ശാന്തി, ശമം, ശാന്തി എന്നൊക്കെ പറയും. മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ്, അതിനെയാണ് ശാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തെ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ശ്രദ്ധാരൂപേണ. ശ്രദ്ധാശക്തി, ഭക്തി, ശാസ്ത്രം, വിശ്വാസം എന്നൊക്കെ പറയും. അതിലൊക്കെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് കാന്തി രൂപേണ. കാന്തി, സൗന്ദര്യം, ആകർഷണീയത ആയിരിക്കും ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ലക്ഷ്മി രൂപേണ. സമ്പൽ, സമൃദ്ധി, നന്മ ഒക്കെ, ഐശ്വര്യം ഒക്കെ ലക്ഷ്മിയാണ്. അപ്പോൾ ആ ലക്ഷ്മി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് വൃത്തി രൂപേണ. വൃത്തി, അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി ദേവി അല്ലേ. അപ്പോൾ നമുക്ക് ലക്ഷ്മി ദേവി സമ്പൽ സമൃദ്ധി വേണം, സമ്പത്ത് വേണം, അങ്ങനെ എല്ലാം സമ്പത്ത് തന്നെയാണ്. നന്മ ഒരു സമ്പത്താണ്, സൗന്ദര്യം ഒരു സമ്പത്താണ്, അതൊക്കെ ലക്ഷ്മിയാണ്. അപ്പോൾ ആ ലക്ഷ്മിയെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മഹാവിഷ്ണുവിനെ ഭജിച്ചാൽ മതി. മഹാവിഷ്ണു എവിടെ ഇരിക്കുന്നു അവിടെ ലക്ഷ്മി പോയിരിക്കും. അതുകൊണ്ട് പിന്നെ അടുത്തത് പറയുന്നു വൃത്തി രൂപേണ. ഇവിടെ വൃത്തി എന്ന് പറയുന്നത് അടിച്ചു തുടച്ചുണ്ടാക്കുന്ന വൃത്തിയല്ല, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന വൃത്തിയല്ല. വൃത്തി എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം, ജോലി ഒക്കെ, അതായത് ഇര തേടൽ, നമ്മൾ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ആ ജോലിയെയാണ് ഇവിടെ വൃത്തി എന്ന് പറയുന്നത്. അടുത്തത് സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി. ഓർമ്മശക്തിയുടെ രൂപത്തെ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കും. ഓരോന്നും കാണുമ്പോൾ അത് അയ്യോ ഇത് അവിടെ കണ്ടതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഓർമ്മശക്തി തന്ന് നമ്മളെ രക്ഷിക്കുന്നു. സ്മൃതി എന്ന് പറയും. ആ സ്മൃതി രൂപേണ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദയാരൂപേണ. ദയ, ഒരു ഗർഭിണിയായ മാനിനെ ഒരു സിംഹം എങ്ങനെയാണോ ഉപേക്ഷിക്കുന്നത്, ആ വികാരത്തെയാണ് ദയ എന്ന് പറയുന്നത്. രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് തുഷ്ടി. തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം, സംതൃപ്തി. അടുത്തത് മാതൃരൂപേണ. അമ്മയുടെ രൂപത്തിൽ, മാതാവിൻ്റെ രൂപത്തിൽ അമ്മയായി വാത്സല്യം കൊടുത്ത് ഇരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ ഭ്രാന്തി രൂപേണ. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഭ്രമം, അതാണ് ഭ്രാന്ത്. ഇവിടെ ഭ്രമത്തിൻ്റെ ഒരു ക്രിയാരൂപമാണ് ഭ്രാന്തി. ആ ഭ്രമരൂപത്തിലിരിക്കുന്ന, ഭ്രമിപ്പിക്കുന്നത് ദേവിയാണ് നമ്മളെ. ആ ദേവിക്കായിക്കൊണ്ട്, അതായത് കയറിനെ പാമ്പായി കാണുന്ന സ്ഥിതിവിശേഷം, അതായത് നമ്മൾക്ക് തെറ്റിദ്ധാരണ എന്നൊക്കെ പറയാം അതിനെ, അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ പറയാം. ഒറിജിനലിൽ അത് കയറാണ്, പക്ഷേ നമ്മൾ അതിനെ പാമ്പായി നിരൂപിക്കുന്നു, ഒരു രൂപം കാണുന്നു. അപ്പോൾ അതിനെ ആണ് പറയുന്നത് ഭ്രാന്തി രൂപേണ. ഇനി നമ്മൾക്ക് എന്തൊക്കെ വേണമെങ്കിലും ഇതുപോലെ കൂട്ടിച്ചേർക്കാം, പക്ഷെ അതൊന്നും ദേവി മഹാത്മ്യത്തിലെ മന്ത്രമാവില്ല. അപ്പം ഈ ഓരോ രൂപത്തിരിക്കുന്ന ദേവി 21 രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത്. ആ രൂപത്തിരിക്കുന്ന എല്ലാ ദേവിമാർക്കായിക്കൊണ്ടും നമസ്കാരം, നമസ്കാരം, നമസ്കാരം 3 പ്രാവശ്യം പറഞ്ഞാൽ ആ മന്ത്രങ്ങൾ 700 ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പറയണം. പക്ഷേ ഇനി നമ്മളെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് ദേവി മഹാത്മ്യത്തിലെ മന്ത്രം ആകുന്നില്ല. അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി വായിക്കാം. യാ ദേവി 20 മുതലാണ്. യാ ദേവി സർവഭൂതേഷു
ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇങ്ങനെ യാദേവി മന്ത്രങ്ങൾ നമ്മൾ പഠിച്ചു. ശ്ലോകം 20 മുതലാണ് ഇന്ന് നമ്മൾ കണ്ടത്. അല്ലേ? വിഷ്ണു രൂപത്തിലിരിക്കുന്ന ദേവിക്ക് നമസ്കാരം, ബുദ്ധി രൂപത്തിലിരിക്കുന്ന ദേവിക്ക് നമസ്കാരം, അങ്ങനെ പറഞ്ഞ് 32 വരെ ഉള്ള ദേവി സ്വരൂപത്തിരിക്കുന്ന ദേവിമാർക്കായിക്കൊണ്ട് നമസ്കാരം 21 രൂപത്തിൽ ഉള്ളത് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം. അമ്മേ നാരായണ. സർവം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമഃചണ്ഡികായൈ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. ഹരി ഓം.